ഇതെൻ്റെ ജീവിത കഥയല്ല, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മനുവിൻ്റെ കഥയാണ്. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനത് എന്നോട് പറഞ്ഞത്. എന്നാൽ എൻ്റെ മനസ്സ് രസതന്ത്രത്തിലെ ഇന്നസെൻ്റിൻ്റെ ക്യാരക്ടർ ആയതുകൊണ്ട് ആരോടും പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ വല്ലാത്തൊരു ഭാരമാകും. ഇതിലെ നായകൻ അവനും നായിക അവൻ്റെ ചേട്ടത്തി അമ്മയുമാണ്. എന്നാൽ ഇതിനുള്ളിലെ ഒരു പ്രശസ്ത ഭാഗമായ ഇതിലെ നായികയായ ചേട്ടത്തിയമ്മ അവൻ്റെ സ്വന്തം ചേട്ടത്തിയമ്മയോ ചേട്ടത്തിയുടെ ഭർത്താവ് സ്വന്തം ചേട്ടനോ അല്ല. അവനെ അവൻ്റെ ചേട്ടൻ്റെ മാതാപിതാക്കൾ എടുത്തു വളർത്തിയതാണ്. ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അമ്മയും അച്ഛനും മരണപ്പെട്ടതുകൊണ്ടും അവരുടെ അകന്ന ബന്ധുവായ ചേട്ടൻ്റെ അച്ഛൻ അവനെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നല്ല രീതിയിൽ തന്നെയാണ് അവൻ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ കഥയിലെ നായികയായ ചേട്ടത്തി ഷീബ, അവൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുന്നത് മനുവിൻ്റെ 18-ാം വയസ്സിലാണ്. ഇനി മനുവായി തന്നെ ഞാൻ സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് 31 വയസ്സായി. ഞാൻ പഠനം പൂർത്തിയാക്കിയ ശേഷം വെറുതെ ഇരുന്ന് കഴിക്കാം എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കടന്നു വന്നതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന വിധം ജോലിക്ക് പോയി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി. ഇപ്പോൾ അവിടെ നിന്നും എനിക്ക് ലഭിക്കുന്ന 15,000 രൂപയിൽ നിന്നും പകുതി തുകയും ഞാൻ വീട്ടിലേക്ക് തന്നെ ക്യാഷായി കൊടുക്കുമായിരുന്നു. ഇനി ഈ കഥയിലെ നായികയായ എൻ്റെ ചേട്ടത്തിയെ പരിചയപ്പെടുത്താം. ചേട്ടത്തിയമ്മ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നത് മുതൽ ആദ്യം എന്നെ അംഗീകരിക്കാൻ വലിയ മടിയായിരുന്നു. പുറത്തുനിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ പല കാരണങ്ങളിലും എന്നെ അടുപ്പിക്കാറില്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ തമ്മിൽ വലിയ ബോണ്ടിങ് ആവുകയും ചെയ്തു. ഏട്ടത്തിക്കിപ്പോൾ 40 വയസ്സായി. ചേട്ടൻ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി ഗൾഫിലാണ്. പുള്ളി നാട്ടിൽ തടിപ്പണിയുമായി നിന്നിട്ട് അവിടെ അതേ ജോലി തന്നെ കിട്ടി. 1.5 വർഷം കൂടുമ്പോഴൊക്കെയാണ് നാട്ടിൽ വരുന്നത്. 2 മക്കളാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികളെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളായി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോഴോ എനിക്ക് ചേട്ടത്തിയോടുള്ള കാഴ്ചപ്പാട് മാറുകയായിരുന്നു. കാണാൻ നല്ല സുന്ദരിയാണ്. മറ്റുള്ളതെല്ലാം സാധാരണ പോലെ തന്നെയാണ്. കൂടുതലൊന്നുമില്ല. മുഖത്ത് നല്ല ജോലൈനുണ്ട്, തെളിഞ്ഞ കണ്ണുകൾ, ഒതുങ്ങിയ മൂക്കുകൾ. പിന്നെ ചേട്ടനുണ്ടാക്കി കൊടുത്ത ചില മാറ്റങ്ങളും. അത് പിന്നെ എവിടെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ വീട്ടിൽ ഞാനും ചേട്ടത്തിയും മക്കളും അച്ഛനും അമ്മയുമാണ് ഉള്ളത്. അമ്മയും അച്ഛനും പഴയ ആൾക്കാരായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ചേട്ടത്തിയെ അവർക്ക് സഹായിക്കാൻ പറ്റില്ലായിരുന്നു. വീട്ടിൽ വാഹനം ഓടിക്കാൻ അറിയാവുന്നത് എനിക്കായതുകൊണ്ട് ഏട്ടത്തി എന്നെയാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നിർത്തുന്നത്. ചേട്ടത്തിയുടെ മക്കളിപ്പോൾ ഹോസ്റ്റലിൽ നിന്നും പഠിക്കുകയാണ്. വീട്ടിൽ എന്നെ അത്രയ്ക്ക് ഇഷ്ടവും വിശ്വാസവുമാണ് എല്ലാവർക്കും. ഒരു മകനെ പോലെ തന്നെയാണ് ഏട്ടത്തി എന്നെ കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ദിനങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായി വന്നു. ചേട്ടത്തിയാണ് വീടിൻ്റെ സർവ്വവും നിയന്ത്രിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ ചേട്ടത്തിക്ക് നല്ല വെപ്രാളമായിരുന്നു, പേടിച്ചിട്ട്. ചേട്ടനും അവിടെ ജോലി സ്ഥലത്ത് വെപ്രാളമായി. എന്നാൽ ചേട്ടത്തി അമ്മയ്ക്ക് ഞാൻ ഉള്ളതുകൊണ്ട് തന്നെ ആശ്വാസമായിരുന്നു. ചേട്ടനെ ആശ്വസിപ്പിക്കാനും ഞാൻ ചേട്ടത്തിയോട് നിർബന്ധിക്കും. അങ്ങനെ ആശുപത്രിയിൽ ചേട്ടത്തിയുടെ അമ്മായിയമ്മയും ചേട്ടത്തിയും മാറി മാറി അച്ഛനെ നോക്കാൻ നിന്നു. അങ്ങനെ ഷിഫ്റ്റ് മാറി അമ്മ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ചേട്ടത്തിയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടും. ബൈക്കിൽ മുഷിഞ്ഞ തുണിയുമായാണ് വരുന്നത്. തുണിയൊക്കെ അലക്കി വെളുപ്പിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ചേട്ടത്തി തിരികെ പോകുന്നത്. കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വീണ്ടും വർക്ക്ഷോപ്പിൽ നിന്നും വരും. ഒരു ദിവസം ചേട്ടത്തി കൊണ്ടുപോകാൻ വിളിച്ചു. ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞ് ചെന്നതും അമ്മ ഓരോന്ന് അച്ഛൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കവറിലേക്ക് ചേട്ടത്തി തുണികളെല്ലാം തിരികെ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം താഴേക്ക് നടന്നു. അന്നാണ് ആദ്യമായി ചേട്ടത്തിയിൽ എനിക്കെന്തോ തോന്നിയത്. നടക്കുന്നതിനിടയിൽ ഞാനൊന്ന് നോക്കി. അതെല്ലാം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബൈക്കിലേക്ക് കയറി വീട്ടിലേക്ക് പോകാൻ തുടങ്ങി.
പോകുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ വീണ്ടും ആ കാഴ്ചകൾ കണ്ടഴവറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സറിയാതെ കുട്ടൻ ഒന്ന് ഉണർന്നു കയറി. പോകുന്ന വഴിയെല്ലാം മനസ്സ് ഞാൻ നിയന്ത്രിക്കാൻ തുടങ്ങി. ഗട്ടറുള്ള റോഡുകൾ കൂടി പരമാവധി പോകാൻ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴും ഏട്ടത്തിക്ക് എന്നെ ഒട്ടും സംശയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഓരോ കുഴിയിൽ വീഴുമ്പോഴും അത് ശരിക്കും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ ആളിൽ നിന്ന് വിറയ്ക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഏട്ടത്തി മുഷിഞ്ഞലക്കാനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. കഴുകാനുള്ള പൊടിയെല്ലാം അതിലേക്ക് നിറച്ചിട്ട് ഏട്ടത്തി മെഷീൻ ഓണാക്കി. എന്നിട്ട് നേരെ മുറിയിലേക്ക് കയറി. ഞാൻ അപ്പോൾ ഹോളിലിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ചേട്ടത്തി മുറി അടച്ചിട്ടില്ല, പക്ഷേ കതക് ചാറിയിട്ടുള്ളൂ. ഞാൻ പതുക്കെ നടന്ന് അകത്തേക്ക് നോക്കി. ഏട്ടൻ്റെ ഫോൺ വന്നതുകൊണ്ട് സ്പീക്കറിലിട്ടുകൊണ്ട് സംസാരമാണ്. ചേട്ടനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഹോളിലുള്ള എൻ്റെ കാര്യം മറന്നുകൊണ്ടാണ് എല്ലാം എടുത്തു വെക്കുന്നത്. എന്നെ ഓർക്കാതെ, വാതിലിലേക്ക് ശ്രദ്ധിക്കാതെ ഏട്ടത്തി എല്ലാം മറക്കാൻ തുടങ്ങി. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴും അവരുടെ ശ്രദ്ധ ടേബിളിൽ വെച്ച ഫോണിൽ തന്നെയായിരുന്നു. ഞാൻ ഓർത്തു, ഏട്ടൻ 1.5 വർഷം കൂടുമ്പോൾ വരുമെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന 2 മാസവും ഒരു ദിവസം നല്ലോണം പണിയുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ചേട്ടത്തിക്ക് ചങ്ങലയിട്ട ഒരു മൃഗം ഉള്ളിലുണ്ടെന്നും എനിക്ക് തോന്നി. അതിനെ ഒന്ന് നിർത്തേണ്ട കാര്യമേ ഉള്ളൂ. കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചേട്ടത്തി ഇടയ്ക്ക് കുലുങ്ങി ചിരിക്കുന്നുണ്ട്. ഭർത്താവുമായി കുറുകുകയാണ്. ഇടയ്ക്ക് സീരിയസ് ആയിട്ടും ഓരോന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ വീട് ശരിക്കും പഴയ തറവാട് പോലെയാണ്. 4-5 ചെറിയ മുറികളുള്ളതായിരുന്നു. പുതിയ വീട് പണിക്കുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ വരും വർഷങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കപ്പോൾ അതെല്ലാം കണ്ട് നിലപ്പൊറിച്ചില്ല. ഞാൻ ചില വികൃതികൾ ഒപ്പിക്കാൻ തുടങ്ങി. അതിൽ ശ്രദ്ധിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ഏട്ടത്തി വരുന്നത് ശ്രദ്ധിച്ചില്ല. ഏട്ടത്തി ധൃതിയിൽ ഈ പരുവത്തിൽ എന്നെ കണ്ടതും ഒന്ന് പകച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടതും ഏട്ടത്തി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി കതകടച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആകെ ഞാൻ പേടിച്ചു പോയി. കാരണം ആ വീടിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് എൻ്റെ ഏട്ടത്തിയാണ്. കാര്യം വീട്ടിൽ പറഞ്ഞാൽ എന്നെ അടിച്ചിറക്കും. അപ്പോൾ തന്നെ പേടി കൊണ്ട് ആകെ ഉൾക്കൊള്ളം കൊള്ളാൻ തുടങ്ങി ഞാൻ. ഏതാണ്ട് 1/2 മണിക്കൂറായിട്ടും ഏട്ടത്തി റൂമിൽ നിന്നും ഇറങ്ങുന്നില്ല. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഞാൻ ഇറങ്ങിയാലോ എന്ന് ചിന്തിച്ചു. ഞാൻ ഇറങ്ങുവാണേ, ഞാൻ വിളിച്ചു പറഞ്ഞു. ഏട്ടത്തി റൂമിൽ നിന്നും ഒന്ന് കനത്തിൽ മൂളിയതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി ബൈക്കിൽ കയറി വർക്ക്ഷോപ്പിലേക്ക് പോയി. ഏട്ടത്തി എന്ത് കാര്യമുണ്ടെങ്കിലും ചേട്ടനെ അപ്പോൾ തന്നെ അറിയിക്കും. പലപ്പോഴും ചേട്ടൻ എന്നോട് സംസാരിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അന്നത്തെ ദിവസം പിന്നെ എന്നെ ഏട്ടത്തി വിളിച്ചില്ല. വൈകിട്ടായി. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അന്നുച്ചയ്ക്ക് എന്നോട് പറയാതെ ഏട്ടത്തി ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് പഴയ പോലെ തന്നെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മയോടും അച്ഛനോടും ഏട്ടത്തി എൻ്റെ ഈ കുരുത്തക്കേട് പറഞ്ഞിട്ടില്ല എന്നെനിക്ക് അപ്പോൾ മനസ്സിലായി. ചേട്ടനോട് പറഞ്ഞാൽ എന്താകും എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അന്ന് രാത്രി എനിക്ക് ശരിക്കും ഉറക്കമില്ലായിരുന്നു. ശരിക്കും ജീവിതം കൈവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ രാവിലെ ജോലിക്ക് വർക്ക്ഷോപ്പിൽ പോയി. ഒരു ഉച്ചയായപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു വിളി വന്നു. അത് അമ്മയുടെ ഫോണിൽ നിന്നാണ്. മോനെ, നിനക്കിങ്ങോട്ട് വരാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എവിടെ കാണും? അവളങ്ങോട്ട് പോട്ടെ, ഇന്നിങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എനിക്കപ്പോഴും വിഷമമായിരുന്നു. കാരണം ഏട്ടത്തിയുടെ ഫോണിൽ നിന്നുമല്ല വിളിച്ചത്. വ്യക്തിവിരോധമുള്ളവർ എങ്ങനെയാണ് സാധാരണ പെരുമാറുന്നത്? അതുകൊണ്ട് തന്നെ പേടിയോടെയും നിരാശയോടെയും കൂടെ ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. കിടക്കയിൽ കിടക്കുന്ന അച്ഛനോട് ഞാൻ ഗൗരവത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും സൗമ്യപരമായി തന്നെ എന്നോട് സംസാരിക്കുന്നു. പക്ഷേ ഏട്ടത്തി എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. പിന്നെ ഒന്നും സംസാരിക്കുകയും ചെയ്യുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും തമാശ പറയുന്നതും ഏട്ടത്തിയാണ്. അങ്ങനെ 10-15 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം ഞങ്ങളോടമ്മ പൊക്കോളാൻ പറഞ്ഞു.
ഞാൻ ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും ഏട്ടത്തിയുടെ സഞ്ചി വാങ്ങാൻ പോയപ്പോഴേക്കും ഏട്ടത്തി എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ പിടിച്ചോളാം. എന്നിട്ട് ബൈക്കിലേക്ക് കയറി. വളരെയധികം ഗ്യാപ്പിട്ടാണ് ഇപ്പോൾ ഏട്ടത്തി എൻ്റെ ബൈക്കിലിരിക്കുന്നത്. ഇത് തന്നെയാണ് ശരിക്കുമുള്ള ശിക്ഷ. എൻ്റെ കർണത്ത് മുഖമടിച്ച് ഒന്നടിച്ചാൽ പോലും എനിക്കിത്രയും വിഷമമില്ലായിരുന്നു. ഇത് ശരിക്കും എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. വീട്ടിലെത്തുന്നവരെ ഞങ്ങൾ പരസ്പരം ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇത്രയും നേരമായിട്ടും ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോളോ സംസാരമോ ഇല്ലാത്തതുകൊണ്ട് ചേട്ടനോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ ഒരു ആശ്വാസം മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതും ചേട്ടത്തി അകത്തേക്ക് കയറി. ഞാൻ ബൈക്കിൽ തന്നെ ഇരുന്നു. എന്നാ ഞാൻ പോവാണ് എന്നും പറഞ്ഞ് ബൈക്ക് എടുത്തപ്പോഴേക്കും ഏട്ടത്തി എന്നെ പുറകിൽ നിന്നും വിളിച്ചു, നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനാകെ പേടിച്ചു. ഞാനൊന്ന് പതറിക്കൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. എനിക്ക് ഏട്ടത്തിയുടെ സ്വഭാവം നല്ലപോലെ അറിയാം. എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് കൃത്യമായിട്ടുമാണ് അവരോരോന്ന് ചെയ്യുന്നത്. അവരുടെ ജനറേഷനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവരുടെ ഇടയിലും പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ തെളിമയും അവർക്ക് എന്നും ഉണ്ടായിരുന്നു. കുറ്റിയിട്ട ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഏട്ടത്തി മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഒരു മോനെ പോലെ നോക്കിയതിൻ്റെ ഫലമാണ് നീ എന്നോട് ചെയ്തത്. ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാ ചെയ്തത്? നിന്റെ ചേട്ടൻ അന്യരാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അത് നീ മറന്നോ? ഞാൻ അങ്ങേരോട് ഇത് പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ബാക്കി വെച്ചേക്കില്ല. അതാണ് അയാളുടെ സ്വഭാവം. ഞാൻ ആകെ നിന്ന് വിറച്ചു. എന്നിട്ട് ഏട്ടത്തിയുടെ കാലിലേക്ക് വീണു. ഏട്ടത്തി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്ക് പ്ലീസ്. ഒരിക്കലും വേണമെന്ന് കരുതി ചെയ്തതല്ല, പറ്റിപ്പോയി. അപ്പോൾ ഏട്ടത്തി പറഞ്ഞു, അബദ്ധം പറ്റുന്നത് അറിയാതെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ വൃത്തികെട്ട സ്വഭാവമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവനവന് സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നശിച്ചു എന്ന് കൂട്ടിയാൽ മതി. അത് കേട്ടതും എനിക്ക് പൊട്ടിക്കരയാണ് തോന്നിയത്. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. ഞാൻ തല താഴ്ത്തി നിന്നു. ഇപ്പോൾ കരയുമെന്ന ഭാവത്തോടെ ഞാൻ തറയിലേക്ക് നോക്കി നിന്നു. ഏട്ടത്തിയെ ആദ്യം മുതൽ ഞാൻ ഓർത്തു. ശരിക്കും ഏട്ടത്തിക്കും വിഷമമുണ്ട്. അവർക്കെന്നെ മനസ്സിലാകും. വന്നു കയറിയ സമയത്ത് എന്നെ താല്പര്യമില്ലായിരുന്നു. അതിനുശേഷവും ഞങ്ങൾ കമ്പനിയായി. അതിനുശേഷം ഇത്രയും സ്നേഹിച്ച മറ്റൊരു വ്യക്തി ഈ വീട്ടിൽ എനിക്കില്ല. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ ഏട്ടത്തിക്കെന്തോ മനസ്സിൽ കൊണ്ടു. പോട്ടെ, സാരില്ല, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഏട്ടത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാനും ഏട്ടത്തിയുടെ മുഖത്തേക്ക് നോക്കി. എനിക്കത് വളരെ വലിയ ആശ്വാസമാണ് നൽകിയത്. സംസാരത്തിൽ എന്നോട് ഇനിയുമുള്ള സ്നേഹം പഴയതുപോലെ തന്നെ ഉണ്ടാകും എന്നൊരു വിശ്വാസം എനിക്ക് തോന്നി. ഉച്ചയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. വരില്ല എന്നാണ് ചേട്ടത്തിയുടെ മുഖഭാവം. എങ്കിലും എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി, ആ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ബൈക്കുമെടുത്ത് വർക്ക്ഷോപ്പിലേക്ക് പോയി. വണ്ടി ഓടിച്ചു പോകുമ്പോഴും വീണ്ടും ഞാൻ ചിന്തിച്ചു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നെങ്കിലും പിന്നെയും എൻ്റെ ആഗ്രഹങ്ങൾ അത് പോരടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ വീണ്ടും ഏട്ടത്തിയെ എൻ്റെ സ്വപ്നത്തിലെ സുന്ദരിയായി സങ്കല്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഏട്ടത്തി എന്നെ വിളിക്കാനായി ഞാൻ കാത്തിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഏട്ടത്തി എന്നെ വിളിച്ചില്ല. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഏട്ടത്തി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുമില്ല. കാരണം ഇന്ന് അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നോട് അമ്മ പറഞ്ഞതായി ഞാൻ ഓർത്തു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പഴയതുപോലെ തന്നെ സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പഴയ പ്രസരിപ്പിൽ തന്നെ ഏട്ടത്തി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഏട്ടത്തി നാളെ കൊണ്ടുവേണ്ട കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഞാൻ അപ്പോഴും ആലോചനയിലായിരുന്നു. എങ്ങനെയാണ് ഏട്ടത്തെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കുന്നത്? ഇതൊരു വലിയ പ്രയാസമാണ്. എന്നാൽ അതിലൊരു തീപ്പൊരി വേണം. ആ തീപ്പൊരിക്കായി ഞാൻ മനസ്സിലിട്ട് ആദ്യം കയറ്റിക്കൊണ്ടിരുന്നു. എൻ്റെ ചിന്തകൾ കണ്ടപ്പോൾ ഏട്ടത്തി എന്നോട് വീണ്ടും ചോദിച്ചു, എന്താടാ, നിനക്ക് മറ്റേ ചിന്ത വീണ്ടും തുടങ്ങിയോ? ഏയ് ഇല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞു. എന്നാ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടത്തി ജോലിയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. ഏട്ടത്തി മൊബൈലിൽ കൂടുതലായി യൂട്യൂബാണ് കാണാറുള്ളത്. അതിൽ പിള്ളേർ നാട്ടിലുള്ള സമയത്ത് കൂടുതലും കാർട്ടൂണും മറ്റുമാണ് കാണുന്നത്. അത് നോട്ടിഫിക്കേഷൻ ഫീഡിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഏട്ടത്തി കാണാറുള്ള കാര്യങ്ങൾ കൂടുതലും സൗന്ദര്യത്തെപ്പറ്റിയും വസ്ത്രങ്ങളെപ്പറ്റിയും വീടിൻ്റെ മുന്നിൽ അലങ്കരിക്കുന്ന തൈകളെയും വൃക്ഷത്തെ പറ്റിയുമൊക്കെയാണ്. ഞാൻ ഏട്ടത്തി ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈൽ തപ്പിയെടുത്തു. പെട്ടെന്ന് തന്നെ സ്റ്റോറീസും തിരഞ്ഞെടുക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലേക്ക് ആവേശം കിതച്ചുകൊണ്ടിരുന്നു. ചേട്ടത്തിയുടെ ഫോണിൽ ആഗ്രഹങ്ങൾ കൊടുത്തുന്ന ചില വീഡിയോസ് വന്നാൽ ചിലപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും. കാരണം ആഗ്രഹം കയറിയാൽ അത് തീർക്കാൻ ചേട്ടനിപ്പോൾ നാട്ടിലില്ലല്ലോ. ഇനിയൊരു വർഷം കൂടി കഴിയും നാട്ടിലേക്ക് വരാൻ. 6 മാസം മുമ്പാണ് ലീവിന് വന്നിട്ട് പോയത്. എൻ്റെ ചങ്ക് ഇടിക്കുന്നുണ്ടായിരുന്നു. ചേട്ടത്തെ കയറി വന്നാൽ എന്തെങ്കിലും പന്തികേട് തോന്നി മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ചേട്ടൻ നിൽക്കുന്ന ദിശയിൽ തന്നെ ഒരു കണ്ണും നട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കൂടുതൽ വരള്ള ഫീഡുകൾ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് നല്ല നല്ല സ്റ്റോറീസ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അത് വീഡിയോ പോലെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കഥകൾ സെലക്ട് ചെയ്ത് ഫീഡിലേക്ക് തിരഞ്ഞിട്ടു. എന്നിട്ട് സെർച്ച് ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഒരിക്കലും ഏട്ടത്തേക്ക് എന്നെ സംശയിക്കാനാവില്ല. രാത്രിയിൽ യൂട്യൂബ് ഓണാക്കി കുറേ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേക്കും ഈ വീഡിയോസ് എല്ലാം അടുത്തടുത്തായി ഏട്ടത്തിയുടെ ഫോണിലേക്ക് വരും. ഞാനാണെങ്കിൽ ഹോളിൽ കിടക്കാണ്. ഇന്ന് എന്തായാലും ചേട്ടത്തിയുടെ മനസ്സിന്ന് കുലുക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് സംസാരിച്ചു. ശേഷം പതുക്കെ ഉറങ്ങാൻ കിടന്നാൽ ചേട്ടത്തി 1 മണിക്കൂറെങ്കിലും ചേട്ടനുമായി ഫോണിൽ സംസാരിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ചേട്ടത്തിയുടെ മുറിയിൽ ലൈറ്റ് 1 മണിവരെയൊക്കെ ഉള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയം ചേട്ടനുമായി മറ്റേതെങ്കിലും തരത്തിൽ സംസാരിക്കുകയാണെന്നും ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നമുക്കിപ്പോഴത്തെ സംഭവത്തിലേക്ക് വരാം. ഞങ്ങളുടെ മുറിയിലെ ലൈറ്റുകൾ എല്ലാം അണഞ്ഞു. ഏട്ടത്തിയുടെ മുറി ലോക്ക് ചെയ്തിരുന്നെങ്കിലും എയർ ഹോളിലൂടെ മുറിയിലെ വെട്ടമടിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ ശബ്ദം കേട്ടാലും അത് എനിക്ക് ഹോളിലൂടെ കേൾക്കാൻ പറ്റും. അങ്ങനെ സമയം ഏതാണ്ട് 11 മണിയായപ്പോൾ ഇപ്പോൾ റൂമിൽ നിന്നും അനക്കൊന്നും കേൾക്കുന്നില്ല. പക്ഷേ വെളിച്ചം വരുന്നുണ്ട്. എനിക്ക് ഭയം കൂടി വന്നു. ചേട്ടത്തി ഞാനിട്ട വലയിൽ തന്നെയാണോ വീണത്? എന്തായാലും ഒന്ന് നോക്കിക്കളയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇരുട്ടായ മുറിയിലൂടെ മന്ദം പോയി ഞാൻ നോക്കിയപ്പോൾ ചേട്ടത്തി ഞാൻ നോക്കുന്ന ദിശയിലേക്കാണ് ഫോൺ ചരിച്ചു പിടിച്ചിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാമാണ് ചേട്ടത്തി കാണുന്നത്. എനിക്ക് മനസ്സിലായി എൻ്റെ വലയിൽ ഏട്ടത്തി കുടുങ്ങിയെന്ന്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.